ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. അപ്പോൾ നിങ്ങളെല്ലാവരും കേട്ട് കാണും, വെരി സൂൺ ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ് അല്ലേ. അപ്പോൾ 2024, 2022 ഒക്കെ എക്സാം നടന്നിട്ടുണ്ട്. ഇപ്പോൾ നെക്സ്റ്റ് ഇപ്പോൾ 2026 വരാൻ പോകുന്നത്. അപ്പോൾ ഇവർക്കൊക്കെയാണ് നമ്മുടെ ഇവിടുന്ന് എന്താ പറയുക ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റ് ക്രാക്ക് ചെയ്തത്. അപ്പോൾ കണ്ടോ, കുറേ കുട്ടികൾ ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റ് ശരിക്കും പ്ലാൻ ചെയ്ത് പഠിച്ച കാരണം അവർക്കൊക്കെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ക്ലിയർ? അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാം, ഏതൊക്കെ പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസ് പോളിറ്റി ബേസ്ഡ്, ബിക്കോസ് ലീഗൽ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ബേസ്ഡ് വരാൻ ചാൻസസ് ഉണ്ട്. അതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസസ് ഉണ്ടെന്ന്. ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദ ക്വസ്റ്റ്യൻസ്. അപ്പോൾ സെക്കൻഡ് പാർട്ട് സംഭവം. സീ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്യുലറിസം is a feature of Indian constitution, which means what? Appa secularism is a feature of the Indian constitution, which means the state can promote any religion. The state does not promote any religion. The state promotes the religion of the minority community. The state promotes the religion of the majority community. Secularism എന്ന് പറഞ്ഞാൽ എന്താണ്? കൺട്രിക്ക് റിലീജിയൻ ഇല്ല, അതല്ലേ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്ത്യ ഈസ് എ സെക്യുലർ കൺട്രി. അപ്പോൾ സെക്യുലർ എന്നുള്ള വാക്ക് പോലും നമ്മൾ 42nd അമെൻമെൻറ്റ് ആക്ടിൽ ആഡ് ചെയ്തു. അപ്പോൾ മീനിങ് എന്താണ്? ഇവിടെ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ കൺട്രിക്ക് ഒരു റിലീജിയൻ ഇല്ല. സപ്പോസ് ഐ ആം എ റിലീജിയൻ, ഞാൻ റിലീജിയസ് പേഴ്സൺ ആണ്, അല്ലെങ്കിലും സ്റ്റേറ്റ് ഇടപെടത്തില്ല. ബിക്കോസ് സ്റ്റേറ്റിന് പർട്ടിക്കുലർ റിലീജിയൻ ആയിട്ട് ഒരു ബന്ധവും ഇല്ല. കൺട്രി ഡസ് നോട്ട് ഹാവ് എ റിലീജിയൻ. അപ്പോൾ ഇതിൽ ബെസ്റ്റ് ഓപ്ഷൻ ഏതാണ്? വൺ ആൻസർ ഈസ് ബി. ദ സ്റ്റേറ്റ് ഡസ് നോട്ട് പ്രൊമോട്ട് എനി റിലീജിയൻ. ഹിന്ദുവാണ്, മുസ്ലിമാണ്, സിഖാണ്, ഏത്തിസ്റ്റാണ്, നാളെ മാറുവാണെങ്കിലും കുഴപ്പമില്ല, കൺട്രിക്ക് സ്വന്തമായിട്ട് റിലീജിയൻ ഇല്ല. ക്ലിയർ? അപ്പോൾ ദാറ്റ് ഈസ് എ ബ്യൂട്ടി ഓഫ് സെക്യുലറിസം. അതുകൊണ്ടാണ് ഇന്ത്യ ആസ് എ വാട്ട് കൺട്രി? സെക്യുലർ കൺട്രി. അപ്പോൾ സെക്യുലറിസം ഈസ് എ ഫീച്ചർ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, വിച്ച് മീൻസ് ദ സ്റ്റേറ്റ് ഡസ് നോട്ട് പ്രൊമോട്ട് എനി റിലീജിയൻ. അപ്പോൾ വൺ ആൻസർ ഈസ് ബി. നെക്സ്റ്റ്, ദ റിപ്പബ്ലിക് ഫീച്ചർ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് ബോറോഡ് ഫ്രം. നമ്മൾ എപ്പോഴും കേട്ടിട്ടുണ്ട് റിപ്പബ്ലിക് എന്ന് പറഞ്ഞ വാക്കല്ലേ. ഇന്ത്യക്ക് ഒരു ഹെഡ് ഉണ്ട്, ആ ഹെഡ് ഒന്നെങ്കിൽ ഇലക്റ്റഡ് ഡയറക്റ്റ്ലി ആണ്, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ്ലി ആണ്. അപ്പോൾ ശരിക്കും ഈ ടോപ്പിക് എന്താണ്? ബോറോഡ് ഫീച്ചേഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലേ. അപ്പോൾ റിപ്പബ്ലിക് ഫീച്ചർ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് ബോറോഡ് ഫ്രം ഫ്രഞ്ച് ആണോ, ഐറിഷ് ആണോ, ബ്രിട്ടീഷ് ആണോ, ഓസ്ട്രേലിയൻ ആണോ? ആൻസർ ഈസ് ഫ്രഞ്ച്. ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രാറ്റേണിറ്റി, റിപ്പബ്ലിക്, അപ്പോൾ ഈ ടൈപ്പ് കോൺസെപ്റ്റ് ഒക്കെ എവിടെ നിന്നാണ് നമ്മൾ ബോറോ ചെയ്തത്? ഫ്രാൻസ് ആണ്. അയർലൻഡിൽ നിന്നാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത് ഫ്യൂച്ചറിൽ. DPSP, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. പിന്നെ നോമിനേറ്റഡ് മെമ്പേഴ്സ് ടു രാജ്യസഭ ബൈ പ്രസിഡന്റ്. നോമിനേറ്റഡ് മെമ്പേഴ്സ് ടു രാജ്യസഭ. രാജ്യസഭയിൽ 12 പേരെ നോമിനേറ്റ് ചെയ്യും. ആ കോൺസെപ്റ്റ് എവിടെ നിന്നാണ്? ഐറിഷിൽ നിന്നാണ്. അവർ ഒരു സാധനം കൂടെ ഉണ്ട്, മെത്തേഡ് ഓഫ് ഇലക്ഷൻ ഓഫ് പ്രസിഡന്റ്. മെത്തേഡ് ഓഫ് ഇലക്ഷൻ ഓഫ് പ്രസിഡന്റ്. അപ്പം ഇതൊക്കെ എവിടെ നിന്നാണ് ബോറോ ചെയ്ത്? അയർലാൻഡ്. ബ്രിട്ടീഷ് ഇഷ്ടം പോലെ ഉണ്ടല്ലേ, നമുക്ക് വേണമെങ്കിൽ പറയാം. പാർലമെൻ്ററി സിസ്റ്റം, ക്യാബിനറ്റ് സിസ്റ്റം, റൂൾ ഓഫ് ലോ, സ്പീക്കർ, സിംഗിൾ സിറ്റിസൺഷിപ്പ്, റിറ്റ്, ഇതൊക്കെ എവിടുന്നാണ്? ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഓസ്ട്രേലിയയിൽ നിന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കൺകറന്റ് ലിസ്റ്റ്. കൺകറന്റ് ലിസ്റ്റ് ചിലപ്പോൾ ഇവിടെ പാസ്സാവും, ഈ ഹൗസിൽ പാസ്സാകത്തില്ല, അപ്പോൾ ഒരുമിച്ച് പാസ്സാക്കും, ജോയിൻറ്റ് സിറ്റിംഗ്. അപ്പോൾ ശരിക്കും ഈ ക്വസ്റ്റ്യൻ്റെ ബേസിസ് ആണ് ഏതൊക്കെ സാധനം എവിടെ നിന്നാണ് ബോറോ ചെയ്തിരിക്കുന്നത്. അതാണ് ബോറോഡ് ഫീച്ചേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ദ റിപ്പബ്ലിക് ഫീച്ചർ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് ബോറോഡ് ഫ്രം എവിടെ നിന്നാണെന്ന് വെച്ചാൽ ടു ആൻസർ ഈസ് എ, ഫ്രഞ്ച് കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ ബാക്കി കണ്ടോ, നമുക്ക് ഇങ്ങനെയും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ടു ആൻസർ ഈസ് എ, ഫ്രഞ്ച് കോൺസ്റ്റിറ്റ്യൂഷൻ. അടുത്ത, വിച്ച് പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ കൺസിസ്റ്റ് ഓഫ് ഐഡിയ ഓഫ് വെൽഫെയർ സ്റ്റേറ്റ്. അപ്പോൾ ഇതൊരു പോസിറ്റീവായിട്ടായിരിക്കും തോന്നുന്നത്, ഇത് കൊടുത്തിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് സംഭവം. ആൻസർ ഈസ് DPSP, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. അപ്പോൾ വിച്ച് പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ കൺസിസ്റ്റ് ഓഫ് ഐഡിയ ഓഫ് വെൽഫെയർ സ്റ്റേറ്റ്, DPSP എന്ന് വെച്ചാൽ ആർട്ടിക്കിൾ 36 to 51. എവിടെ നിന്നാണ് നമ്മൾ ബോറോ ചെയ്ത്? അയർലാൻഡ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ് ആർട്ടിക്കിൾ 12 to 35. അതെവിടെ നിന്നാണ് ബോറോ ചെയ്തിരിക്കുന്നത് വെച്ചാൽ USA. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് കണ്ടാൽ 51A, അതെവിടെ നിന്നാണ്? റഷ്യ.
പ്രിയാമ്പിൾ നമുക്കറിയാം, ആമുഖം അതെവിടുന്ന കടമെടുത്തിരിക്കുന്നത് USA. അപ്പോൾ വിച്ച് പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ കൺസിസ്റ്റ് ഓഫ് ദ ഐഡിയ ഓഫ് എ വെൽഫെയർ സ്റ്റേറ്റ് എന്ന് കണ്ടാൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. അപ്പോൾ 3 ആൻസർ ഈസ് എ, DPSP ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ വിച്ച് പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ കൺസിസ്റ്റ് ഓഫ് ഐഡിയ ഓഫ് എ വെൽഫെയർ സ്റ്റേറ്റ്? ആൻസർ ഈസ് DPSP ഈസ് ദി റൈറ്റ് ആൻസർ. നെക്സ്റ്റ്, which part of the Indian Constitution deals with union and its territories? അപ്പോൾ ഏത് പാർട്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതാണ് പാർട്ട് 1. പാർട്ട് 1ലാണ് യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറീസിനെ പറ്റി സംസാരിക്കുന്നത്. പാർട്ട് 2ലാണ് സംതിങ് റിഗാർഡിങ് സിറ്റിസൺഷിപ്പ്. പാർട്ട് 3ലാണ് വി ഡിസ്കസ് അബൌട്ട് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. പാർട്ട് 4 DPSP. ഇങ്ങനെ പാർട്ട് 4A എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്ത് പഠിക്കും? ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. പിന്നെ 5 യൂണിയൻ, 6 സ്റ്റേറ്റ്, 7 റിപ്പീൽ ചെയ്തു, 8 യൂണിയൻ ടെറിട്ടറി, 9 പഞ്ചായത്ത്, പിന്നെ മുനിസിപ്പാലിറ്റി, അങ്ങനെ പോവും. 10 ട്രൈബൽ ഏരിയാസ്. കണ്ടോ? അപ്പോൾ ആ 25 പാർട്സ് ഇല്ലേ, അതിനെപ്പറ്റി ഒരു ചോദ്യമാണ്. അപ്പോൾ വിച്ച് പാർട്ട് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറീസ്? ആൻസർ ഈസ് പാർട്ട് 1, the right answer. Clear? Next, അടുത്തത്, who was appointed as Assembly's constitutional advisor in 1946 during the framing of the Indian Constitution? Sachidananda Sinha, H.C. Mukherjee, B.N. Rao, ado Nandlal Bose. Sachidananda Sinha was the temporary president. ഇത് എഴുതാൻ തുടങ്ങിയപ്പോൾ സച്ചിദാനന്ദ സിൻഹ വാസ് ദ ടെമ്പററി പ്രസിഡന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി. H.C. Mukherjee വാസ് ദി വൈസ് പ്രസിഡന്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി. അപ്പോൾ പെർമനന്റ് പ്രസിഡന്റ് ആരായി കാണും? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. B.N. Rao വാസ് ദി കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വൈസർ. അപ്പോൾ ഹൂ വാസ് അപ്പോയിൻറ്റഡ് ആസ് അസംബ്ലീസ് കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വൈസർ എന്ന് കണ്ടാൽ ആൻസർ എന്താണ്? B.N. Rao. ഇനി കവർ പേജ് അതാരാ ഡിസൈൻ ചെയ്ത്? നന്ദലാൽ ബോസ്. കവർ പേജ് വാസ് ഡിസൈൻഡ് ബൈ നന്ദലാൽ ബോസ്. അപ്പോൾ കണ്ടോ, എങ്ങനെയും ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ ഹൂ വാസ് അപ്പോയിൻറ്റഡ് as അസംബ്ലീസ് കോൺസ്റ്റിറ്റ്യൂഷണൽ അഡ്വൈസർ ഇൻ 1946 ഡ്യൂറിംഗ് ദ ഫ്രെയിമിംഗ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? 5 ആൻസർ ഈസ് C, B.N. Rao ഈസ് ദി റൈറ്റ് ആൻസർ. അടുത്ത നോക്കാം. What is the basis of classification of government as unitary and federal? എന്ത് ബേസിസിലാണ് ഇത് ക്ലാസിഫൈ ചെയ്യുന്നത്? ഒരു ഗവൺമെൻറ് യൂണിറ്ററി ആണോ ഫെഡറൽ ആണോ എന്ന്? റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലെജിസ്ലേച്ചർ ആൻഡ് എക്സിക്യൂട്ടീവ്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സെൻറ്റർ ആൻഡ് സ്റ്റേറ്റ്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യൽ വിങ്സ് ഓഫ് ദ ഗവൺമെൻറ്. ആ ക്വസ്റ്റ്യൻ നോക്കിയേ. What is the basis of classification of government as unitary and federal? അപ്പോൾ ഒന്നെങ്കിൽ ഫുൾ പവർ അല്ലെങ്കിൽ സെപ്പറേഷൻ ഓഫ് പവർ. അപ്പോൾ മുകളിലും രണ്ടുപേർക്കും കൂടെ ഭരിക്കണമല്ലോ. കുറച്ച് കാര്യങ്ങൾ സെൻറ്റർ നോക്കും, കുറച്ച് കാര്യങ്ങൾ സ്റ്റേറ്റ് നോക്കും. അപ്പോൾ അവർ റിലേഷൻഷിപ്പിനെ പറ്റിയല്ലേ സംസാരിക്കുന്നത്. അപ്പോൾ ഏതാണ് ബെസ്റ്റ് ആൻസർ വരേണ്ടത്? ഉറപ്പായിട്ടും ആൻസർ C ആണ് വരേണ്ടത്. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സെൻറ്റർ ആൻഡ് സ്റ്റേറ്റ്, കുറേ കൂടെ ഭംഗിയായിട്ട് പറഞ്ഞാൽ സെൻറ്റർ സ്റ്റേറ്റ് റിലേഷൻഷിപ്പ്. അപ്പോൾ വാട്ട് ഇസ് ദ ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഗവർമെൻറ്റ്സ് ആസ് യൂണിറ്ററി ആൻഡ് ഫെഡറൽ? ആൻസർ ഈസ് C. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സെൻറ്റർ ആൻഡ് സ്റ്റേറ്റ് ഈസ് ദ റൈറ്റ് ആൻസർ. Relationship between center and state is the right answer. അപ്പോൾ 6 answer is C. 6 answer is C is the right answer. അടുത്ത നോക്കാം. Grassroots democracy is related to what? Devolution of power എന്ന് വെച്ചാൽ താഴെ വരെ ഭരണം എത്തണം, ഏറ്റവും താഴത്തെ ആൾക്കാർക്ക് അതിൻ്റെ ഗുണം കിട്ടണം, അവർ പോലും അതിൽ പങ്കെടുക്കണം. താഴെ എന്ന് പറയുമ്പോൾ മുകളിൽ യൂണിയൻ, പിന്നെ സ്റ്റേറ്റ്, പിന്നെ പഞ്ചായത്ത് എന്നൊക്കെ അല്ലേ. അപ്പോൾ ഡെവല്യൂഷൻ ഓഫ് പവർ ഡെവല്യൂഷൻ ചെയ്യണം. ശരിയാണോ? അത് ശരിയാണ് അല്ലേ. ഗ്രാസ് റൂട്ട് ഡെമോക്രസിയിൽ പഞ്ചായത്ത് രാജ് വരുമോ? അപ്പോൾ അതും വരും. പിന്നെ ഡീസെൻട്രലൈസേഷൻ ഓഫ് പവർ എന്ന് വെച്ചാൽ പവർ സെൻട്രലൈസ്ഡ് ആവരുത്, ഒരാളുടെ കയ്യിൽ മാത്രം പവറായിട്ട് കിടക്കരുത്, താഴെ കൂടെ എത്തണം. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റും ശരിയല്ലേ. അപ്പോൾ ആൻസർ ഏതാണ് വരേണ്ടത്? എയും ശരിയാണ്, ബിയും ശരിയാണ്, സിയും ശരിയാണ്. അപ്പോൾ ആൻസർ ഈസ് ഓൾ ഓഫ് ദി എബോവ് ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ ഗ്രാസ് റൂട്ട് ഡെമോക്രസി
ഈസ് റിലേറ്റഡ് ടു വാട്ട് എന്ന് വെച്ചാൽ 7 ആൻസർ ഈസ് ഡി. ഓൾ ഓഫ് ദി എബോവ് ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ? അതിനകത്ത് ഡീസെൻട്രലൈസേഷൻ ഓഫ് പവർ, പീപ്പിൾസ് പാർട്ടിസിപ്പേഷൻ എല്ലാം പഞ്ചായത്ത് രാജിൻ്റെ അകത്ത് വരുന്നതാണ്. അപ്പോൾ എല്ലാ സ്റ്റേറ്റ്മെൻറ്റും ഒരു ശരിയായിട്ടാണ് തോന്നുന്നത്. സോ ആൻസർ ഈസ് ഓൾ ഓഫ് ദി എബോവ് ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ 7 ആൻസർ ഈസ് ഡി. നെക്സ്റ്റ്, ഹൂ among the following proposed the suggestion of a constituent assembly? അപ്പോൾ ആദ്യമായിട്ട് ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണമെന്ന് ആരാ പറഞ്ഞത്? 34, 35 പറഞ്ഞത്. വർഷം ഇച്ചിരി മാറ്റമുണ്ട്, ചിലപ്പോൾ 34 കാണുന്നുണ്ട്, 35 കാണുന്നുണ്ട്. ആൻസർ ജവഹർലാൽ നെഹ്റു, മഹാത്മാഗാന്ധി, ജയപ്രകാശ് നാരായൺ, എൻ റോയ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇന്ത്യക്കൊരു ഭരണഘടന അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ വേണമെന്ന് പറഞ്ഞ ആളുടെ പേരാണ് എൻ റോയ്. അപ്പോൾ ഹു വാസ് ദ ഫസ്റ്റ് പേഴ്സൺ ടു സേ ഇന്ത്യ നീഡ്സ് എ കോൺസ്റ്റിറ്റ്യൂഷൻ? ദറ്റ് ഈസ് എൻ റോയ് ഇൻ 34, 35. ബട്ട് ദ ഫസ്റ്റ് പാർട്ടി, ഏത് പാർട്ടി ആദ്യമായിട്ട് പറഞ്ഞ ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണമെന്ന്? അതാണ് സ്വരാജ് പാർട്ടി. അപ്പോൾ ആരാണ് ആദ്യമായിട്ട് പറഞ്ഞതെന്ന് ചോദിച്ചാൽ ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണമെന്ന് ചോദിച്ചാൽ ആൻസർ എന്താ? എൻ റോയ്. ഏത് പാർട്ടിയാണ് ആദ്യമായിട്ട് പറഞ്ഞ? സ്വരാജ് പാർട്ടി. എന്നാണ് ആദ്യമായിട്ട് ബ്രിട്ടീഷ് അത് അംഗീകരിച്ചതെന്ന് വെച്ചാൽ ഏതായിരിക്കും? ബ്രിട്ടീഷ് ആക്സെപ്റ്റ് ചെയ്തു, കുറച്ചൊക്കെ ഇനി നമ്മൾ തരാം. അതെപ്പോഴായിരിക്കും? ഡ്യൂറിങ് വേൾഡ് വാർ ആയിരിക്കും, വേൾഡ് വാർ 2. അതാണ് ഓഗസ്റ്റ് ഓഫർ, വർഷം 1914. ദെൻ ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ തീർന്നു കഴിഞ്ഞപ്പോൾ അവർ 3 ആൾക്കാരെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടു. അതാണ് ക്യാബിനറ്റ് മിഷൻ പ്ലാൻ. ക്യാബിനറ്റ് മിഷൻ പ്ലാൻ ഓഫ് 1946. അങ്ങനെ പിന്നെയാണ് നമ്മൾ എന്ത് ചെയ്തു? കോൺസ്റ്റിറ്റ്യൂഷനിലും സെറ്റപ്പ് ചെയ്തു. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ ടെമ്പററി പ്രസിഡൻ്റായി. 2 ദിവസം കഴിഞ്ഞപ്പോൾ രാജേന്ദ്ര പ്രസാദ് പെർമനൻറ്റ് പ്രസിഡൻ്റായി. ഇതാണ് കഥ. അപ്പോൾ ദ ഫസ്റ്റ് പേഴ്സൺ ടു സേ ഇന്ത്യ നീഡ്സ് എ കോൺസ്റ്റിറ്റ്യൂഷൻ, എൻ റോയ്. ദ ഫസ്റ്റ് പാർട്ടി ടു സേ ഇന്ത്യ നീഡ്സ് എ കോൺസ്റ്റിറ്റ്യൂഷൻ, സ്വരാജ് പാർട്ടി. ദ ഫസ്റ്റ് ടൈം പാർഷ്യലി ബ്രിട്ടീഷ് അഗ്രീഡ് ടു ഹെൽപ്പ് ടു ഡ്രാഫ്റ്റ് എ കോൺസ്റ്റിറ്റ്യൂഷൻ, ഓഗസ്റ്റ് ഓഫർ. അത് കഴിഞ്ഞ് ആഫ്റ്റർ ദി എൻഡ് ഓഫ് സെക്കൻഡ് വേൾഡ് വാർ ഒരു 3 ആൾക്കാർ പറഞ്ഞു വിട്ടു ക്യാബിനറ്റ് മിഷൻ പ്ലാൻ ടു ഹെൽപ്പ് us ടു ഡ്രാഫ്റ്റ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ 8 ആൻസർ ഈസ് ഡി. എൻ റോയ് ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ? 8 ആൻസർ ഈസ് ഡി. എൻ റോയ് ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത, വാട്ട് ഡു യു മീൻ ബൈ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി? അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അകത്ത് പെരുമാറണം. എഴുതി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എഴുതി വെച്ചിട്ടില്ലെങ്കിലും അക്കോർഡിംഗ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ കാര്യങ്ങൾ നടക്കണം. അപ്പോൾ വാട്ട് ഡു യു മീൻ ബൈ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി? മീൻസ് ദ കിങ് റൈറ്റ്സ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, the king interprets the constitution, the king exercises power granted by the constitution, the king is elected by the people. Constitutional monarchy എന്ന് പറയുമ്പോൾ 9 ആൻസർ ഈസ് സി. The king exercises power granted by the constitution, like parliamentary constitutional monarchy of Britain. ഹെഡ് ബ്രിട്ടനിൽ കിങ് ആണെങ്കിലും അവിടുത്തെ എക്സിക്യൂട്ടീവും ലെജിസ്ലേറ്റീവ് കാര്യങ്ങളൊക്കെ ആരായിരിക്കും തീരുമാനിക്കുന്നത്? പ്രൈം മിനിസ്റ്റർ ആൻഡ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. അപ്പോൾ ദ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി മീൻസ് ആൻസർ ഈസ് സി. ദ കിങ് എക്സസൈസസ് പവർ ഗ്രാൻറ്റഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ക്ലിയർ അല്ലേ? അപ്പം 9 ആൻസർ ഈസ് സി ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ? ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇനി ഫ്യൂച്ചറിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നൗ ദ ലാസ്റ്റ് വൺ, എമർജൻസി പ്രൊവിഷൻ ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് ബിൻ ടേക്കൺ ഫ്രം. 2 രീതിയിൽ ക്വസ്റ്റ്യൻ കാണുവേ. എമർജൻസി പ്രൊവിഷൻ എവിടെ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്? ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ, ജാപ്പനീസ് കോൺസ്റ്റിറ്റ്യൂഷൻ, അതോ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935? ആൻസർ ഈസ് 10D, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ബട്ട് ചിലപ്പോൾ ചോദിക്കും സസ്പെൻഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഡ്യൂറിങ് എമർജൻസി. സസ്പെൻഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഡ്യൂറിങ് എമർജൻസി. ഇതെവിടുന്നാണ് കടമെടുത്തിരിക്കുന്നത്? എമർജൻസി പ്രൊവിഷൻ എന്ന് കണ്ടാൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ബട്ട് സസ്പെൻഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഡ്യൂറിങ് എമർജൻസി എന്ന് കണ്ടാൽ ഫ്രം വീമർ കോൺസ്റ്റിറ്റ്യൂഷൻ. വീമർത് കാണും, അല്ലെങ്കിൽ അതിൻ്റെ വേറെ പേരാണ് ഫ്രം ജർമ്മനി. കണ്ടോ? അപ്പോൾ എമർജൻസി പ്രൊവിഷൻ എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ബട്ട് സസ്പെൻഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഡ്യൂറിങ് എമർജൻസി എവിടെയാണ്? വീമർ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ജർമ്മനി. അപ്പോൾ 10ാമത്തെ ആൻസർ എന്താ? 10 ആൻസർ ഈസ് ഡി, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഇങ്ങനത്തെ ഒക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഹൈക്കോർട്ട് അസെഷനിൽ ചോദിക്കുന്നത്. ചിലപ്പോൾ സ്റ്റാറ്റിക് ആവാം, ചിലപ്പോൾ കറണ്ട് അഫെയർസ് ബേസ്ഡും ക്വസ്റ്റ്യൻസ് വരാം.
റീസെൻ്റ്ലി ഏത് സ്റ്റേറ്റിലാണ് ഇപ്പോൾ സ്റ്റേറ്റ് എമർജൻസി വന്നായിരുന്നു, അത് ഏതായിരുന്നു? കുറച്ച് കാലം മണിപ്പൂർ. അപ്പോൾ ഇനീഷ്യൽ എത്ര മാസം കൊണ്ട് പാസ്സാക്കണം, പിന്നെ എത്ര മാസം കൂടുമ്പോൾ പാസ്സാക്കണം, എത്ര വർഷം വരെ നിൽക്കാം, അതൊക്കെ കറണ്ട് അഫെയർസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസും വരാം. അതിൻ്റെ ബേസാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞു എന്താണ്, നോട്ടിഫിക്കേഷൻ വളരെ പെട്ടെന്ന് തന്നെ വരും, വളരെ പെട്ടെന്ന് തന്നെ പരീക്ഷ നടക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ കണ്ടോ, ക്വാളിഫിക്കേഷൻ എന്താണ്? എനി ഡിഗ്രിയാണ്, നല്ല ശമ്പളമുണ്ട്. ക്ലിയർ? പിന്നെ വലിയ ഇതുമില്ല, ട്രാൻസ്ഫർ ഒന്നും കാണത്തില്ല. ഇവിടെ തന്നെ നമുക്ക് കാര്യങ്ങൾ ഇവിടെ തന്നെ ഹൈക്കോർട്ട് കൊച്ചിയിൽ തന്നെയായിരിക്കും നമ്മുടെ വർക്കൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നോക്കിയേ, പുതിയ ബാച്ചൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്, നോട്ടിഫിക്കേഷൻ വളരെ പെട്ടെന്ന് തന്നെ വരും. അപ്പോൾ പഠിക്കാൻ തുടങ്ങുക. എനി ഡൗട്ട്സ് കോൺടാക്ട് ഇൻ ദിസ് നമ്പർ. ക്ലിയർ അല്ലേ? അപ്പോൾ വീണ്ടും വീഡിയോസുമായിട്ട് കാണാം.